ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. മേഘനാദവധം. രാഘവന്മാരും മഹാകവിവീരരും ശോകമകന്നു തെളിഞ്ഞു വാഴുന്നിധം. മർക്കടനായകന്മാരോടു ചൊല്ലിനാൻ അർക്കതനയനും മംഗദനും തഥാ. നിൽക്കരുതാരും പുറത്തിനി വാനരരൊക്കെ കടക്ക മുറിക്ക മതിലുകൾ. വൈദ്യഗ്രഹങ്ങളിലൊക്കവേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്ക തെരുതരെ. കൂപതടാകങ്ങൾ തൂർത്ത കിടങ്ങുകൾ ഗോപുരദ്വാരാവധി നിരത്തിയിടുക. മിക്കതുമൊക്കെയൊടുങ്ങി നിശാചരരുൾക്കരുത്തുള്ളവരിന്നുമുണ്ടെങ്കിലോ. വെന്തു പൊറാഞ്ഞാൽ പുറത്തു പുറപ്പെടുമന്തകൻ വീട്ടിനയക്കാമനുക്ഷണം എന്നതു കേട്ടവർ പുള്ളിയും കൈക്കൊണ്ടു ചെന്നു തെരുതരെ വെച്ചു തുടങ്ങിനാർ. പ്രാസാദ ഗോപുര ഹമ്യഗേഹങ്ങളും കാസീസ കാഞ്ചന രൂപ്യതാമ്രങ്ങളും ആയുധശാലകളാഭരണങ്ങളും ആയതനങ്ങളും അജ്ജനശാലയും വാരണവൃന്ദവും വാജി സമൂഹവും തേരുകളും വെന്തു വെന്തു വീണിടുന്നു. സ്വർഗലോകത്തോളമെത്തി ദഹനനും ശക്രനോടങ്ങറിയിപ്പാലനാകുലം. മാരുതി ചുട്ടതിലേറെ നന്നായി ചമച്ചോരു ലങ്കാപുരം ഭൂതിയായി വന്നിതു. രാത്രിഞ്ചര സ്ത്രീകൾ വെന്തലറിപ്പാഞ്ഞു മാർത്തി മുഴുത്തു തെരുതരെ ചാകയും. മാർത്താണ്ഡഗോത്രജനാകിയ രാഘവൻ കൂത്തുമൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും. ഗോത്രാരിജിത്തും ജയിച്ചതുമെത്രയും പാർത്തോളം അദ്ഭുതമെന്നു പറകയും. രാത്രിഞ്ചരന്മാർ നിലവിളി ഘോഷവും രാത്രിഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും. വാനരന്മാർ നിന്നലറുന്ന ഘോഷവും മാനവേന്ദ്രൻ ധനുർജാനാദഘോഷവും. ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും ദീനത പൂണ്ട തുരകങ്ങൾ നാദവും. സന്തതം തിങ്ങി മുഴങ്ങിച്ചമഞ്ഞിതു ചിന്ത മുഴുത്തു ദശാനന വീരനും. കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോടാശു നീ പോകെന്നു ചൊല്ലിനാൻ. തമ്പിയായുള്ള നികുംഭനു വന്നേരം മുമ്പിൽ ഞാനെങ്ങു മുതിർന്നു പുറപ്പെട്ടാൻ. കമ്പനൻ താനും പ്രജംഘനുമെത്രയും വമ്പുള്ള യൂപാക്ഷനും ശോണിതാക്ഷനും വൻപടയോടും പുറപ്പെട്ടു ചെന്നളബിംബം കലർന്നടുത്ത കപിവീരരും. രാത്രിയിലാർത്തങ്ങടുത്തു പൊരുതൊരു രാത്രിഞ്ചരന്മാർ തെരുതരെ ചാകയും. കൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടു കപികളും ഗാത്രങ്ങൾ ഭേദിച്ചു ധാത്രിയിൽ വീഴുകയും. ഏറ്റുപിടിച്ചു മടിച്ചു മിടിച്ചും അങ്ങേറ്റം കടിച്ചും പൊടിച്ചും പരസ്പരം ചീറ്റം മുഴുത്തു പറിച്ചു മരാമരം
തോറ്റുപോക എന്നു ചൊല്ലിയടുക്കയും വാനര രാക്ഷസന്മാർ പൊരുതാരഭിമാനം നടിച്ചും ത്യജിച്ചും കളേബരം 4-5 നാഴിക നേരം പൊരുതപ്പോൾ കാലപുരി പുക്കിതേറ്റ രക്ഷോഗണം കമ്പനൻ വൻപോടടുത്താൻ അതു നേരം അമ്പുകൊണ്ടേറ്റ മകന്നു കപികളും കമ്പം കലർന്നൊഴിച്ചാരതു കണ്ടത് ജംഭാരി നന്ദന പുത്രനും കോപിച്ചു കമ്പനൻ തന്നെ വധിച്ചോരനന്തരം പിൻപേ തുടർന്നങ്ങടുത്താൻ പ്രജംഘനും യൂപാക്ഷനും തഥാ ശോണിത നേത്രനും കോപിച്ചടുത്താരതു നേരമംഗതൻ കൗണപന്മാർ മൂവരോടും പൊരുതതി ക്ഷീണനായി വന്നിതു ബാലിതനയനും മൈന്ദനുമാശു വിവിധനുമായി തത്ര മന്ദേതരം വന്നടുത്താരതു നേരം കൊന്നാൻ പ്രജംഘനെ താരേയനുമധ പിന്നയൗവണ്ണം വിവിധൻ മഹാബലൻ കൊന്നിതു ശോണിത നേത്രനെയുമധ മൈന്ദനും യൂപാക്ഷനെ കൊന്നു വീഴ്ത്തിനാൻ നക്തഞ്ചരവരന്മാരവർ 4 മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുംഭനണഞ്ഞു ശരം പൊഴിച്ചിടിനാർ വമ്പരാവാനരന്മാരൊക്കെ മണ്ടിനാർ സുഗ്രീവനും തേരിലമ്മാറു ചാടി വീണു കൃതയോടവൻ വിൽക്കളഞ്ഞിടിനാൻ മുഷ്ടിയുദ്ധം ചെയ്ത നേരത്ത് കുംഭനെ പെട്ടെന്നെടുത്തെറിഞ്ഞിടിനാൻ അബ്ധിയിൽ വാരാനിധിയും കലക്കി മറിച്ചതി ഘോരനാം കുംഭൻ കരേറി വന്നിടിനാൻ സൂര്യാത്മജനും അതു കണ്ടു കോപിച്ചു സൂര്യാത്മജാലയത്തിനയച്ചിടിനാൻ സുഗ്രീവനഗ്രജനെ കൊന്ന നേരമത്യുഗ്രൻ നികുംഭൻ പരീഘവുമായുടൻ സംഹാരരുദ്രനെ പോലെ രണാജിരെ സിംഹനാദം ചെയ്തടുത്താനതു നേരം സുഗ്രീവനെ പിന്നിലിട്ടു വാതാത്മജനഗ്രേ ചെറുത്താൻ നികുംഭനെ തൽക്ഷണേ മാരുതി മാറിലടിച്ചാൻ നികുംഭനും പാരിൽ നുറുങ്ങി വീണു തൽപരീഘവും ഉത്തമാംഗത്തെ പരിച്ചെറിഞ്ഞാൻ അതിക്രുദ്ധനായൊരു ജഗത് പ്രാണപുത്രനും പേടിച്ചു മണ്ടിനാർ ശേഷിച്ച രാക്ഷസർ കൂടെ തുടർന്നടുത്താർ കപിവീരരും ലങ്കയിൽ പുക്കടച്ചാരവരും ചെന്നു ലങ്കേശനോടറിയിച്ചാരവസ്ഥകൾ കുംഭാദികൾ മരിച്ചോരുദന്തം കേട്ടു ജംഭാരി വൈരിയും ഭീതി പൂണ്ടിടിനാൻ പിന്നെ ഖരാത്മജന മകരാക്ഷനോടന്യൂന കോപേന ചൊന്നാൻ ദശാനനൻ ചെന്നു നീരാമാദികളെ ജയിച്ചിങ്ങു വന്നിടുകെന്ന നേരം മകരാക്ഷനും തന്നുടെ സൈന്യസമേതം പുറപ്പെട്ടു സന്നാഹമോടുമടുത്തു രണാങ്കണേ പന്നകതുല്യങ്ങളായ ശരങ്ങളെ വന്ധികീലാകാരമായി ചൊരിഞ്ഞിടിനാൻ നിന്നുകൂടാഞ്ഞു ഭയപ്പെട്ടു വാനര ചെന്ന ഭയം തരികെന്നു രാമാന്തികേ നിന്നു പറഞ്ഞതു കേട്ടളവേ രാമചന്ദ്രനും വില്ലും കുഴിയെ കുലച്ചുടൻ വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോടു നില്ലെന്നണഞ്ഞു ബാണങ്ങൾ തൂകിടിനാൻ ഒന്നിനൊന്നൊപ്പമെയ്താൻ മകരാക്ഷനും ഭിന്നമായി ശരീരം കമലാക്ഷനും
അന്യോന്യമൊപ്പം പൊരുതു നിൽക്കും നേരമൊന്നു തളർന്നു ചമഞ്ഞു ഖരാത്മജൻ. അപ്പോൾ കൊടിയും കുടയും കുതിരയും തത്പാണി തന്നിലിരുന്നൊരു ചാപവും തേരും പൊടിപെടുത്താനെയ്തു രാഘവൻ സാരഥി തന്നെയും കൊന്നാനതു നേരം. പാരിലം മാറു ചാടി ശൂലവും കൊണ്ടു പാരമടുത്ത മകരാക്ഷനെ തഥാ പാവകാസ്ത്രം കൊണ്ടു കണ്ഠവും ഛേദിച്ചു ദേവകൾക്കാപത്തു മൊട്ടു തീർത്തിടിനാൻ. രാവണിതാനതറിഞ്ഞു കോപിച്ചു വന്നേവരെയും പൊരുതാശു പുറത്താക്കി. രാവണനോടറിയിച്ചാനതു കേട്ടു ദേവകുലാന്തകനാകിയ രാവണൻ. ഈരേഴു ലോകം നടുങ്ങും പടി പരിചാരകന്മാരോടുകൂടി പുറപ്പെട്ടാൻ. അപ്പോൾ അതു കണ്ടു മേഘനിനാദനും തത്പാദയുഗ്മം പണിഞ്ഞു ചൊല്ലിടിനാൻ. ഇപ്പോൾ അടിയനരികളെ നിഗ്രഹിച്ചുൾപൂവിലുണ്ടായ സങ്കടം പോക്കുവൻ. അന്തഃപുരം പുക്കിരുന്നരുളിടുക സന്താപമുണ്ടാകരുതിതു കാരണം. യുദ്ധം പറഞ്ഞു പിതാവിനെ വന്ദിച്ചു വൃത്രാരിജിത്തും പുറപ്പെട്ടു പോരിനായി. യുദ്ധോദ്യമം കണ്ടു സൗമിത്രി ചെന്നു കാകുസ്ഥനോടിത്തമുണർത്തിച്ചരുളിനാൻ. നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ കപിവരന്മാരെയും നമ്മയും അസ്ത്രങ്ങളെയ്തുടനന്തം വരുത്തുന്നതെത്ര നാളേക്കു പൊറുക്കണമിങ്ങനെ. ബ്രഹ്മാസ്ത്രമെയ്തു നിശാചരന്മാർക്കുലമുന്മൂലനാശം വരുത്തുക സത്വരം. സൗമിത്രി ചൊന്ന വാക്കിങ്ങനെ കേട്ടത് രാമഭദ്രസ്വാമി താനുമരുൾ ചെയ്തു. ആയോധനത്തിങ്കലോടുന്നവരോടും ആയുധം പോയവരോടും വിശേഷിച്ചു. നേരെ വരാതവരോടും ഭയം കൊണ്ടു പാദാന്തികെ വന്നു വീഴുന്നവരോടും പൈതാമഹാസ്ത്രം പ്രയോഗിക്കരുതടോ, പാതകമുണ്ടാമതല്ലാകിലേവനും. ഞാനിവനോടു പോർ ചെയ്വനെല്ലാവരും ദീനതയെങ്ങിയെ കണ്ടു നിന്നിടുവിൻ എന്നരുൾ ചെയ്തു. വില്ലും കുലച്ചന്തികെ സന്നദ്ധനായതു കണ്ടോരു രാവണി. തൽക്ഷണേ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പുക്കു മായാസീതയെ തേരിൽ വച്ചുടൻ. പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടു നിശ്ചലനായി നിന്ന നേരം കവികളും തേരിൽ മായാസീതയെ കണ്ടു ദുഃഖിച്ചു. മാരുതി താനും പരവശനായിതോ. വാനരവീരരെല്ലാവരും കാണവേ ജാനകീ ദേവിയെ വെട്ടിനാൻ നിർദ്ദയം. അയ്യോ വിഭോ രാമ രാമേ ദിവാ വിട്ടു മയ്യൽ മിഴിയാൾ മുറവിളിച്ചിടിനാൾ. ചോരയും പാരിൽ പരന്നിതതു കണ്ടു മാരുതി ജാനകി എന്നു തേറിയിടിനാൻ. ശോഭയില്ലേതും നമുക്കിനി യുദ്ധത്തിനാപത്തിതിൽ പരമെന്നുള്ളതീശ്വര. നാമിനി വാങ്ങുക സീതാവധം മമ സ്വാമി തന്നോടുണർത്തിപ്പാൻ കപികളെ. ശാഖാമൃഗാധിപന്മാരെയും വാങ്ങിച്ചു ശോകാതുരനായ മാരുതനന്ദനൻ.
ചെല്ലുന്നതു കണ്ടു രാഘവനും തഥാ ചൊല്ലിനാൻ ജാമ്പവാൻ തന്നോടു സാകുലം. മാരുതി എന്തുകൊണ്ടിങ്ങോട്ടു പോന്നിതു, പോരിൽ പുറം തിരിഞ്ഞിടുമാറില്ലവൻ. നീ കൂടെയങ്ങു ചെന്നിടുക സത്വരം, ലോകേശനന്ദനാ പാർക്കരുതേതുമേ. യുദ്ധമാകർണ്യ വിധിസുതനും കപിസത്തമന്മാരുമായി ചെന്നു ലഘുതരം. എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പോന്നിതു ഭവാൻ, ബന്ധമെന്തങ്ങോട്ടു തന്നെ നടക്ക നീ എന്ന നേരം മാരുതാത്മജൻ ചൊല്ലിനാൻ. ഇന്നു പേടിച്ചു വാങ്ങിയിടുകയല്ല ഞാൻ, ഉണ്ടൊരവസ്ഥയുണ്ടായിട്ടതിപ്പോഴേ ചെന്നു ജഗത്സ്വാമിയോടുണർത്തിക്കണം. പോരിക നീയുമിങ്ങോട്ടിനി എന്നുടൻ മാരുതി ചൊന്നതു കേട്ടവൻ താനുമായി ചെന്നു തൊഴുതുണർത്തിച്ചിതു മൈഥിലി തന്നെ നാശവൃത്താന്തമെപ്പോരുമേ. ഭൂമിയിൽ വീണു മോഹിച്ചു രഘൂത്തമൻ, സൗമിത്രിതാനുമന്നേരം തിരുമുടി ചെന്നു മടിയിലെടുത്തു ചേർത്തിടിനാൻ. മന്നവൻ തൻ പദമഞ്ജനാപുത്രനും ഉത്സംഗസീമനി ചേർത്താനതു കണ്ടു. നിസ്സംജ്ഞരായൊക്കെ നിന്നു കപികളും, ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി കുമാരനും. എന്തൊരു ഘോഷമുണ്ടായതെന്നാത്മനി ചിന്തിച്ചവിടേക്കു വന്നു വിഭീഷണൻ. ചോദിച്ച നേരം കുമാരൻ പറഞ്ഞിതു മാതരിശ്വാത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ. കൈയിണ കൊട്ടിച്ചിരിച്ചു വിഭീഷണനയ്യോ, കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ. ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കലാരുമുണ്ടായി വരാം. മായാനിപുണനാമേഘനിനാദനിക്കാര്യമനുഷ്ഠിച്ചതെന്തിനെന്നാശുകേ. മർക്കടന്മാർ ചെന്നുപദ്രവിച്ചിടാതെ തക്കത്തിലാശു നികുംഭിലയിൽ ചെന്നു പുക്കുടൻ തന്നെ ഹോമം കഴിപ്പതിനായിക്കൊണ്ടു കണ്ടോരുപായമത്യദ്ഭുതം. ചെന്നിനി ഹോമം മുടക്കേണമല്ലാകിലെന്നും അവനെ വധിക്കരുതാർക്കുമേ. രാഘവ സ്വാമിൻ ജയ ജയ മാനസവ്യാകുലം തീർന്നെഴുന്നേൽക്ക ദയാനിധേ. ലക്ഷ്മണനുമടിയനും കപികുലമുഖ്യപ്രവരരുമായിട്ടു പോകണം. ഓർത്തുകാലം കളഞ്ഞിടരുതേതുമേ, യാത്രയയക്കേണമെന്നു വിഭീഷണൻ. ചൊന്നതു കേട്ടളവാലസ്യവും തീർന്നു മന്നവൻ പോവാനനുജ്ഞ നൽകിയിടിനാൻ. വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്തു കൃതാർത്ഥനായി ശ്രീരാമഭദ്രനും. സോദരൻ തന്നെയും രാക്ഷസ പുങ്കവ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്നു ദശഗ്രീവനന്ദനൻ തന്നെയും കൊന്നുവരികെന്നനുഗ്രഹം നൽകിനാൻ. ലക്ഷ്മണനോടു മഹാകപിസേനയും
രക്ഷോവരനും നടന്നാരതു നേരം. മൈന്ദൻ വിവിധൻ സുഷേണൻ നളൻ നീലനിന്ദ്രാത്മജാത്മജൻ കേസരി താരനും ശൂരൻ വൃഷഭൻ ശരഭൻ വിനതനും വീരൻ പ്രമാധി ശതബലി ജാംബവാൻ വാതാത്മജൻ വേഗദർശി വിശാലനും ജ്യോതിർമുഖൻ സുമുഖൻ ബലിപുങ്കവൻ ശ്വേതൻ ദധിമുഖൻ അഗ്നിമുഖൻ ഗജൻ മേതുരൻ ധൂമ്രൻ ഗവയൻ ഗവാക്ഷനും മറ്റു വിദ്യാദി ചൊല്ലുള്ള കപികളും മുറ്റും നടന്നിതു ലക്ഷ്മണൻ തന്നോടും. മുമ്പിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്നു നികുംഭില പൊക്കു നിറഞ്ഞിതു. നക്തഞ്ചരവരന്മാരെ ചുഴലവേ നിർത്തി ഹോമം തുടങ്ങിയിടിനാൻ രാവണി. കല്ലും മലയും മരവും എടുത്തുകൊണ്ടെല്ലാവരുമായടുത്തു കവികളും ഏറ്റുമേറും കൊണ്ടു വീണു തുടങ്ങിനാരറ്റമില്ലാതോരോ രാക്ഷസവീരനും. മുറ്റുകയില്ല ഹോമം നമുക്കിങ്ങിനി പറ്റലരെ ചെറ്റകറ്റിയൊഴിഞ്ഞെന്നു കൽപ്പിച്ചു രാവണി വില്ലും ശരങ്ങളും കെൽപ്പോടെടുത്തു പോരിനടുത്തിടിനാൻ. മുമ്പിൽ വേഗം പൂണ്ടടുക്കുന്ന മാരുത സംഭവൻ തന്നെ തടുത്തു നിർത്തിയിടിനാൻ. വന്നു നികുംഭിലയിൽ തറമേലേറി നിന്നു ദശാനന പുത്രനുമന്തേരം. കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോടു കുണ്ഠത തീർത്തു പറഞ്ഞു തുടങ്ങിനാൻ. വീരാ കഴിഞ്ഞില ഹോമമിവനെങ്കിൽ നേരെ വെളിച്ചത്തു കണ്ടുകൂടാ ദൃഢം. മാരുതനന്ദനൻ തന്നോടു കോപിച്ചു നേരിട്ടു വന്നതു കണ്ടതില്ലേ ഭവാൻ. മൃത്യുസമയമടുത്തിതിവന്നിനി യുദ്ധം തുടങ്ങുക വൈകരുതേതുമേ. യുദ്ധം വിഭീഷണൻ ചൊന്ന നേരത്തു സൗമിത്രിയും അസ്ത്രശസ്ത്രങ്ങൾ തൂകിടിനാൻ. പ്രത്യസ്ത്രശസ്ത്രങ്ങൾ കൊണ്ടു തടുത്തിന്ദ്രജിത്തുമത്യർത്ഥമസ്ത്രങ്ങളെയ്തിടിനാൻ. അപ്പോൾ കഴുത്തിലെടുത്തു മരുത്സുതനുൽപ്പന്നമോദം കുമാരനെ സാദരം. ലക്ഷ്മണ പാർശ്വേ വിഭീഷണനെ കണ്ടു തൽക്ഷണം ചൊന്നാൻ ദശാനന പുത്രനും. രാക്ഷസജാതിയെ വന്നു പിറന്ന നീ സാക്ഷാൽ പിതൃവ്യനല്ലോ മമ കേവലം. പുത്രമിത്രാദിവർഗത്തെ ഒടുക്കുവാൻ ശത്രുജനത്തിനു ഭൃത്യനായിങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോർത്തിടിനാൽ എത്രയും നന്നു നന്നെന്നതേ ചൊല്ലാവൂ. ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്കു പാർത്തു കണ്ടോളം ഗതിയില്ല നിർണയം. ഊർധ്വലോകപ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുധമതം. ശാസ്ത്രജ്ഞനാം നീ കുലത്തെയൊടുക്കുവാൻ ആസ്ഥയാ വേല ചെയ്യുന്നതും അദ്ഭുതം എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ. നന്നു നീയും നിൻ പിതാവുമറിക നീ വംശം മുടിക്കുന്നതിങ്ങു നീ ഏതുമേ സംശയമില്ല വിചാരിക്ക മാനസേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവനിങ്ങു ഞാൻ അംശുമാലി കുലനായകാനുഗ്രഹാൽ. ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കും നേരം മങ്ങാത ബാണങ്ങൾ തൂകി കുമാരനും. എല്ലാം അതേരു മുറിച്ചു കളഞ്ഞഥ ചൊല്ലിനാനാശു സൗമിത്രി തന്നോടവൻ.
രണ്ടു ദിനം മമ ബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാരാ വിശേഷിച്ചു. കണ്ടുകൊള്ളുകല്ലായിലിന്നു ഞാൻ നിന്നുടൽ കൊണ്ടു ജന്തുക്കൾക്കു ഭക്ഷണമേകുവൻ. യുദ്ധം പറഞ്ഞെഴു ബാണങ്ങൾ കൊണ്ടു സൗമിത്രിയുടെ ഉടൽ കീറിനാലേറ്റവും. 10 ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു സത്വരം പിന്നെ വിഭീഷണൻ തന്നെയും. 100 ശരമെയ്തു വാനരവീരരുമേറെ മുറിഞ്ഞു വശം കെട്ടുവാങ്ങിനാർ. തൽക്ഷണേ ബാണം മഴ പൊഴിയും വണ്ണം ലക്ഷ്മണൻ തൂകിനാൻ ശക്രാരിമേലിമേൽ. വൃത്രാരിജിത്തും ശരസഹസ്രേണ സൗമിത്രി കവചം നുറുക്കിയിട്ടിടിനാൻ. രക്താഭിഷിക്ത ശരീരികളായതു നക്തഞ്ചരനും സുമിത്രാതനയനും. പാരമടുത്തഞ്ചു ബാണം പ്രയോഗിച്ചു തേരും പൊടിച്ചു കുതിരകളെ കൊന്നു. സാരഥി തന്റെ തലയും മുറിച്ചതിസാരമായൊരു വില്ലും മുറിച്ചിടിനാൻ. മറ്റൊരു ചാപമെടുത്തു കുലച്ചവൻ അറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനാൻ. പിന്നെ 3 അമ്പെയ്തതും മുറിച്ചിടിനാൻ മന്നവൻ. പങ്ക്തി കണ്ഠാത്മജൻ അന്നേരം ഊറ്റമായോരു വില്ലും കുഴിയെ കുലച്ചേറ്റമടുത്തു ബാണങ്ങൾ തൂകിടിനാൻ. സത്വരം ലങ്കയിൽ പുക്കുതേരും പൂട്ടി വിദ്രുതം വന്നിതു രാവണപുത്രനും. ആരുമറിഞ്ഞില്ല പോയതും വന്നതും നാരദൻ താനും പ്രശംസിച്ചിതന്നേരം. ഘോരമായുണ്ടായ സങ്കരം കണ്ടൊരു സാരസ സംഭവനാദികൾ ചൊല്ലിനാർ. പണ്ടു ലോകത്തിങ്കലിങ്ങനെയുള്ള പോരുണ്ടായതല്ലിനിയുണ്ടാകയുമില്ല. കണ്ടാലും ഈദൃശം വീരപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ. യുദ്ധം പലരും പ്രശംസിച്ചു നിൽപ്പതിൻ മധ്യേ ദിവസത്രയം കഴിഞ്ഞു ഭൃശം. വാസരം 3 കഴിഞ്ഞോരനന്തരം വാസവദൈവതമസ്ത്രം കുമാരനും. ലാഘവം ചേർന്നു കരേണ സന്ധിപ്പിച്ചു രാഘവൻ തൻ പദാംഭോരുഹം മാനസേ. ചിന്തിച്ചുറപ്പിച്ചയച്ചാനതു ചെന്നു പങ്ക്തി കണ്ഠാത്മജൻ കണ്ഠവും ഛേദിച്ചു. സിന്ധുജലത്തിൽ മുഴുകി വിശുദ്ധമായ അന്തരാ തൂണിൽ വന്നു പുക്കൂശരം. ഭൂമിയിൽ വീണിതു രാവണി തന്നുടലാമയം തീർന്നിതു ലോകത്രയത്തിനും. സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാർ. പുഷ്പങ്ങളും വർഷിച്ചാരുടനുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാർ. നേത്രങ്ങളായിരവും വിളങ്ങി തഥാ ഗോത്രാരിതാനും പ്രസാദിച്ചിതേറ്റവും. താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ താപസന്മാരും ഗഗനചരന്മാരും. ദുന്ദുഭീനാദവും ഘോഷിച്ചിതേറ്റമാനന്ദിച്ചിതാശു വിരിഞ്ചനുമന്നേരം. ശങ്കാവിഹീനം ചെറുഞാണുലിയിട്ടു ശംഖും വിളിച്ചുടൻ സിംഹനാദം ചെയ്തു. വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ശരണാംബുജം കൂപ്പിനാൻ. ഗാഠമായാലിംഗനം ചെയ്തു രാഘവനൂഢമോദം മുകർന്നിടിനാൻ മൂർധനി.
ലക്ഷ്മണനോടു ചിരിച്ചരുളി ചെയ്തു, ദുഷ്കരമെത്രയും നീ ചെയ്ത കാര്യം. രാവണി യുദ്ധേ മരിച്ചതു കാരണം, രാവണൻ താനും മരിച്ചാലറിയകനേ. ക്രുദ്ധനായി നമ്മോടു യുദ്ധത്തിനായി വരും പുത്രശോകത്താലിനി ദശഗ്രീവനും. മേഘനാദവധം. രാഘവന്മാരും മഹാകപിവീരരും ശോകമകന്ന് തെളിഞ്ഞു വാഴും വിധവും. അങ്ങനെ ഔഷധത്തിന്റെ മഹാത്മ്യം കൊണ്ട് എല്ലാവരും പൂർവാധികം ഊർജസ്വലരായിട്ട് ഇരുന്നു. മർക്കടനായകന്മാരോട് ചൊല്ലിനാൻ അർക്കതനയനും അങ്കദനും. സുഗ്രീവനും അങ്കദനും മർക്കടന്മാരോട് ഇപ്രകാരം പറഞ്ഞു. തഥാ നിൽക്കരുതാരും പുറത്തിനി. അതായത് അങ്ങ് ദൂരെ പരന്നു കിടക്കുകയായിരുന്നു വാനരന്മാർ. അവരോട് പറഞ്ഞു, എല്ലാവരും അകത്ത് കടക്കുക. വാനരരൊക്കെ കടക്ക, മുറിക്ക മതിലുകളൊക്കെ ഇനി മുറിച്ചു കളയൂ. വൈക്ക ഗൃഹങ്ങളിലൊക്കവേ കൊള്ളിയും, എല്ലാ ഗൃഹങ്ങളിലും തീ വെക്കുക. വൃക്ഷങ്ങളൊക്കെ മുറിക്ക, എല്ലാ വൃക്ഷങ്ങളും മുറിച്ചു കളയുക തെരുതരെ. കൂപ തടാകങ്ങൾ തൂർക്ക കിടങ്ങുകൾ, കിണറുകളും തടാകങ്ങളും കിടങ്ങുകളും ഒക്കെ നികത്തിക്കളയുക. ഗോപുരദ്വാരാവധി നിരത്തിയിടുക, എല്ലാം കോട്ടമതിലൊക്കെ അടച്ചു കളയുക. മിക്കതുമൊക്കെ ഒടുങ്ങി നിശാചരർ ഉൾക്കരുത്തുള്ളവരിന്നുമുണ്ടെങ്കിലോ. മിക്കവാറും നിശാചരറും മരിച്ചു കഴിഞ്ഞു. ഇനിയും ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വെന്തു പൊറഞ്ഞാൽ, കാരണം ഇനി അവിടെയുള്ള എല്ലാ ഗൃഹങ്ങൾക്കും തീ വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഉള്ളിലിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വെന്ത് പൊറഞ്ഞാൽ, വെന്ത് തുടങ്ങുമ്പോൾ പുറപ്പെടും. അപ്പോൾ തന്നെ അന്തകൻ വീട്ടിനയക്കാം അനുക്ഷണം, ഉടനെ തന്നെ കൊന്നുകളഞ്ഞേക്കണം എന്നത് കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ട് ചെന്നു തെരുതെരെ വെച്ചു തുടങ്ങിനാർ. എല്ലാ വീടുകൾക്കും തീ വെക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാസാദ ഗോപുര ഹർമ്മ്യ ഗേഹങ്ങളും, കാസീസം എന്നാൽ കറുത്തീയം, കാഞ്ചനം സ്വർണം, രൂപ്യം വെള്ളി, താമ്രം ചെമ്പ്, ആയുധശാലകൾ, ആഭരണങ്ങളും ആയതനങ്ങളും, വിശാലമായിട്ടുള്ള കാര്യഗൃഹങ്ങൾ, അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കായിട്ട് പ്രത്യേകം ഓരോ ശാലകളുണ്ട്. ഇതൊക്കെ തന്നെ മജ്ജനശാലയും വാരണവൃന്ദവും, ആനകളുടെ കൂട്ടം, വാജി സമൂഹം, കുതിരകളുടെ കൂട്ടം, തേരുകളും വെന്തു വീണിടുന്നു. സ്വർഗലോകത്തോളം എത്തി ദഹനനും. അങ്ങനെ ആ പാവകൻ അഗ്നി അങ്ങ് സ്വർഗലോകത്തെത്തുന്നത് പോലെ ആയി. ശക്രനോട് അങ്ങ് അറിയിപ്പാൻ, ഇന്ദ്രനോട് ഇവിടെ ഇതാ തീ വെച്ച് എല്ലാം നശിപ്പിക്കുകയാണ് എന്ന് ഇന്ദ്രനോട് പറയാൻ എന്നതുപോലെ, അനാകുലം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഞങ്ങൾ ഇതാ ഇവിടെ തീ വെച്ച് നശിപ്പിക്കുന്നു എന്ന് പറയാൻ എന്നതുപോലെ തീ ആളിക്കത്തുകയാണ്. മാരുതി ചുട്ടതിലേറെ നന്നായി ചമച്ചോരു ലങ്കാപുരം ഭൂതിയായി വന്നിതു. മാരുതി കുറെയൊക്കെ ചുട്ട് വെണ്ണീറാക്കിയിട്ടാണ് പോയത്. ബാക്കി മുഴുവനും ഇപ്പോൾ വെന്തു വെണ്ണീറായി. രാത്രീഞ്ചര സ്ത്രീകൾ വെന്തലറിപ്പാഞ്ഞും ആർത്തി മുഴുത്തു തെരുതരെ ചാകയും മാർത്താണ്ഡ ഗോത്രജനാകിയ രാഘവൻ, സൂര്യവംശത്തിൽ പിറന്ന ശ്രീരാമചന്ദ്രൻ കൂർത്തുമൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും ഗോത്രാരിജിത്തും ഇന്ദ്രജിത്തും ജയിച്ചതും എത്രയും പാർത്തോളം അദ്ഭുതമെന്ന് പറയുകയും, ഇതിനു മുൻപ് ഇന്ദ്രജിത്ത് ജയിച്ചതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ വീണ്ടും ഇതാ നേരെ തിരിഞ്ഞിരിക്കുന്നു. രാത്രീഞ്ചരന്മാർ നിലവിളി ഘോഷവും രാത്രീഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും വാനരന്മാർ നിന്നലറുന്ന ഘോഷവും മാനവേന്ദ്രൻ ധനുർജ്യാനാദഘോഷം, ശ്രീരാമചന്ദ്രന്റെ ധനുസിന്റെ ആ ഞാണൊലി ഘോഷവും ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും ദീനത പൂണ്ട തുരകങ്ങൾ കുതിരകൾ നാദവും ഇങ്ങനെ ആകപ്പാടെ ഒരു ബഹളമയമായി തീർന്നു. സന്തതം തിങ്ങി മുഴങ്ങി ചമഞ്ഞിതു ചിന്ത മുഴുത്തു ദശാനന വീരനും. രാവണന് ഒന്നും മനസ്സിലാകുന്നില്ല, ഇനി എന്ത് വേണം. കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോട്, ഇനി കുംഭകർണന്റെ മക്കൾ ബാക്കിയുണ്ട്. അതിൽ മൂത്തവനായ കുംഭനോട് ആശു നീ പോകെന്ന് ചൊല്ലിനാൻ. നീ പോകൂ ഇനി യുദ്ധത്തിന് എന്ന് പറഞ്ഞു.
അപ്പോൾ തമ്പിയായുള്ള നികുംഭനും അനുജനായ നികുംഭനും അന്നേരം മുമ്പിൽ ഞാൻ എന്ന് മുതിർന്ന് പുറപ്പെട്ടാൻ, ഞാൻ മുമ്പിൽ നടക്കാമെന്ന് പറഞ്ഞു. കമ്പനൻ താനും പ്രജംഘനും എത്രയും വമ്പുള്ള യൂപാക്ഷനും ശോണിതാക്ഷനും ഇങ്ങനെയുള്ള മറ്റ് രാക്ഷസ വീരന്മാരും വൻ പടയോടും പുറപ്പെട്ടു ചെന്നളവ് ഇമ്പം കലർന്നടുത്താർ. അങ്ങനെ തങ്ങൾക്ക് വേണ്ടുന്ന ശത്രുക്കൾ വരുന്നത് കണ്ടപ്പോൾ ആവേശത്തോടുകൂടെ കപിവീരരും അവരോടടുത്തു. രാത്രിയിൽ ആർത്തങ്ങടുത്തു പൊരുതൊരു രാത്രിഞ്ചരന്മാർ തെരുതെരേ ചാകയും. പിന്നെ സമയവും കാലവും ഒന്നും നോക്കാതെയുള്ള യുദ്ധമാണ്. അങ്ങനെ രാത്രിഞ്ചരന്മാരൊക്കെ ഒരുപാട് മരിച്ചു വീണു. കൂർത്ത ശസ്ത്ര അസ്ത്രങ്ങൾ കൊണ്ട് കവികളും ഇതേപോലെ തിരിച്ച് വാനരന്മാരും മരിക്കുന്നുണ്ട്. ഗാത്രങ്ങൾ ഭേദിച്ച് ശരീരമൊക്കെ മുറിഞ്ഞ് ധാത്രിയിൽ വീഴുകയും ഭൂമിയിൽ വീഴുകയും ഏറ്റുപിടിച്ചും അടിച്ചും ഇടിച്ചും അങ്ങേറ്റം കടിച്ചും പൊട്ടിച്ചും പരസ്പരം ചീറ്റം മുഴുത്തു പറിച്ചു മരാമരം വൃക്ഷങ്ങളൊക്കെ പിഴുതെറിഞ്ഞിട്ടൊക്കെയാണ് യുദ്ധം ചെയ്യുന്നത്. തോറ്റുപോകായെന്ന് ചൊല്ലിയെടുക്കുകയും ഇനി തോൽക്കരുത് എന്ന് പറഞ്ഞ് അവരാവേശം കൊള്ളിക്കുകയും വാനര രാക്ഷസന്മാർ പൊരുതാരഭിമാനം നടിച്ചും ത്യജിച്ചും കളേബരം. അഭിമാനം വിട്ടുകളയുന്നില്ല, അതുകൊണ്ട് തന്നെ സ്വന്തം ശരീരം വിടേണ്ടി വരുന്നു. 4-5 നാഴിക നേരം പൊരുതപ്പോൾ കാലപുരി ബുക്കിതേറ്റ രക്ഷോഗണം. ഒരുപാട് നേരം ആ യുദ്ധം തുടർന്നു. കൂടുതലും രാക്ഷസന്മാരാണ് മരിച്ചത്. കമ്പനൻ വൻപോടടുത്താൻ അത് നേരം അമ്പുകൊണ്ടേറ്റം അകന്നു കപികളും. കമ്പനൻ വന്നപ്പോൾ കപികൾ കുറച്ചു നേരം പുറകോട്ടു മാറി. കമ്പം കലർന്നൊഴിച്ചാരതു കണ്ടഥ ജംഭാരി നന്ദന പുത്രനും കോപിച്ചു. എന്നാൽ ഇവരിങ്ങനെ പിന്മാറുന്നത് കണ്ടിട്ട് ജംഭാരി നന്ദനപുത്രനായിട്ടുള്ള അങ്കദൻ കോപിച്ചു. കമ്പനൻ തന്നെ വധിച്ചോരനന്തരം പിമ്പേ തുടർന്നങ്ങടുത്താൻ പ്രജംഘനും. പിന്നെ പ്രജംഘം വന്നു. യൂപാക്ഷനും തഥാ ശോണിതനേത്രനും കോപിച്ചടുത്താരതു നേരം അങ്കദൻ കൗണഭന്മാർ മൂവരോടും ആ രാക്ഷസന്മാർ മൂവരോടും പൊരുതതിക്ഷീണനായി 3 പേരോടും ഒറ്റയ്ക്ക് പൊരുതിയതിനാൽ ക്ഷീണിച്ചു വന്നിതു ബാലിതനയനും മൈന്ദനുമാശു വിവിധനുമായി തത്ര മന്ദേതരം. പെട്ടെന്ന് തന്നെ ഇത് കണ്ടിട്ട് മൈന്ദനും വിവിധനും അവിടെ എത്തി. വന്നടുത്താർ അതു നേരം കൊന്നാൻ പ്രജംഘനെ താരേയനും. താരേയനായിട്ടുള്ള അങ്കദൻ പ്രജംഘനെ കൊന്നു. അഥ പിന്നെ യൗവണ്ണം വിവിധൻ മഹാബലനായിട്ടുള്ള വിവിധൻ കൊന്നിതു ശോണിതനേത്രനെയും. ശോണിതനേത്രനെ വിവിധൻ കൊന്നു. മൈന്ദനും യൂപാക്ഷനെ കൊന്നു വീഴ്ത്തിനാൻ. നക്തഞ്ചര വരപ്രവരന്മാർ നക്തഞ്ചര വരന്മാരവർ 4 പേരും വന്ന അവർ 4 പേരും മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുംഭൻ അണഞ്ഞു. കുംഭകർണന്റെ മകനായ കുംഭൻ വന്നു ശരം പൊഴിച്ചിടിനാൻ. വമ്പരാം വാനരന്മാരൊക്കെ മണ്ടിനർ. അപ്പോൾ വാനരന്മാർ പുറകോട്ടു പോയി. സുഗ്രീവനും തേരിലമ്മാറ് ചാടി വീണ് ഉഗ്രതയോടവൻ വിൽ കളഞ്ഞിടിനാർ. ആ കുംഭന്റെ വില്ല് കളഞ്ഞു. മുഷ്ടിയുദ്ധം ചെയ്ത നേരത്ത് കുംഭനെ പെട്ടെന്നെടുത്തെറിഞ്ഞിടിനാൻ അബ്ധിയിൽ. മുഷ്ടിയുദ്ധം സുഗ്രീവനും കുംഭനും തമ്മിൽ മുഷ്ടിയുദ്ധം ചെയ്തിട്ട് സുഗ്രീവൻ എടുത്തൊരൊറ്റ ഏറുകൊടുത്തു. നേരെ പോയി സമുദ്രത്തിൽ വീണു. വാരാനിധിയും കലക്കി മറിച്ചതിഘോരനാം കുംഭൻ കരേറി വന്നിടിനാൻ. എന്നാൽ ഒന്നും സംഭവിക്കാതെ ആ സമുദ്രജലമൊക്കെ ഇളക്കി മറിച്ചിട്ട് തിരിച്ച് കരകയറി വന്നു കുംഭൻ. സൂര്യാത്മജനും അതു കണ്ട് കോപിച്ചു സൂര്യാത്മജാലയത്തിന് അയച്ചിടിനാൻ. ഉടനെ തന്നെ വീണ്ടും മുഷ്ടിയുദ്ധം ചെയ്തിട്ട് ആ കുംഭനെ കൊന്നു. സൂര്യാത്മജാലയം സൂര്യന്റെ മകൻ യമന്റെ ആലയം കാലപുരി. അങ്ങനെ കുംഭൻ വധിക്കപ്പെട്ടു. സുഗ്രീവൻ അഗ്രജനെ കൊന്ന നേരം അത്യുഗ്രൻ നികുംഭൻ തന്റെ ജ്യേഷ്ഠൻ മരിച്ചു എന്നറിഞ്ഞപ്പോൾ പരിഘവുമായുടൻ ഇരുമ്പുലക്കയും എടുത്ത് സംഹാരരുദ്രനെ പോലെ രണാജിരെ സിംഹനാദം ചെയ്തടുത്താൻ അതു നേരം. സുഗ്രീവനെ പിന്നിലാക്കി വാദാത്മജൻ ഹനുമാൻ മുന്നിൽ വന്ന് ചെറുത്താൻ നികുംഭനെ തൽക്ഷണേ. മാരുതി മാറിലടിച്ചാൻ നികുംഭനും പാരിൽ നുറുങ്ങി വീണു തത്പരിഘവും. ഹനുമാന്റെ മാറിൽ നികുംഭൻ ആ ഇരുമ്പുലക്കെ അടിച്ചപ്പോൾ ആ ഇരുമ്പുലക്ക പൊടിയായി തീർന്നു എന്നാണ്, നുറുങ്ങി വീണു.
ഉത്തമാംഗത്തെ പറിച്ചെറിഞ്ഞാൻ അതിക്രുദ്ധനായൊരു ജഗത് പ്രാണപുത്രനും. അങ്ങനെ നികുംഭന്റെ ശിരസ് പറിച്ചെടുത്ത് ഒരൊറ്റ ഏറ് വെച്ചു കൊടുത്തു. പേടിച്ചു മണ്ടിനാർ ശേഷിച്ച രാക്ഷസർ, കൂടെ തുടർന്നടുത്താർ കപിവീരരും. അപ്പോൾ കപിവീരർ വീണ്ടും മുന്നോട്ട് വന്നു. ലങ്കയിൽ പുക്കടച്ചാർ അവരും ചെന്ന് ലങ്കേശനോട് അറിയിച്ചാരവസ്ഥകൾ. ഓടിപ്പോയിട്ട് വാതിലൊക്കെ അടച്ചു പൂട്ടിയിട്ട് ബാക്കി വന്ന രാക്ഷസന്മാർ രാവണനോട് കാര്യങ്ങൾ പറഞ്ഞു. കുംഭാദികൾ മരിച്ച ഒരു ഉദന്തം, ആ വാർത്ത കേട്ട് ജംഭാരി വൈരിയും രാവണൻ ഭീതി പൂണ്ടിടിനാൻ. പിന്നെ ഖരാത്മജൻ, ഖരൻ, ദൂഷണൻ, തൃശിരാക്കൾ ഇവർ കാട്ടിൽ വെച്ച് മരണപ്പെട്ടിരുന്നു. ആ ഖരന്റെ മകനായിട്ടുള്ള മകരാക്ഷനോട് അന്യൂന കോപേന, ഒട്ടും ചോരാത്ത കോപത്താൽ ചൊന്നാൻ ദശാനനൻ പറഞ്ഞു, ചെന്ന് നീ രാമാദികളെ ജയിച്ചിങ്ങു വന്നിടുക എന്ന നേരം മകരാക്ഷനും തന്നുടെ സൈന്യസമേതം പുറപ്പെട്ടു. സന്നാഹമോടുമടുത്തുരണാങ്കണേ പന്നകതുല്യങ്ങളായ ശരങ്ങളെ, പന്നകം സർപ്പം, സർപ്പതുല്യമായിട്ടുള്ള ശരങ്ങളെ വന്ധികീലാകാരമായിട്ട് അഗ്നിജ്വാല പോലെയാണ് അങ്ങനെ ആ ശരങ്ങൾ വരുന്നത്. ശരങ്ങൾ ചൊരിഞ്ഞിടിനാൻ. നിന്നുകൂടാഞ്ഞു ഭയപ്പെട്ടു വാനരർ. വാനരർക്ക് പിന്നെ അവിടെ നിൽക്കക്കള്ളി ഇല്ലാതായി. ചെന്ന് അഭയം തരികെന്ന് രാമാന്തികെ നിന്ന് പറഞ്ഞത് കേട്ടളവേ രാമചന്ദ്രനും വില്ലും കുഴിയെ കുലച്ചുടൻ വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോട് നില്ലെന്നണഞ്ഞ് ബാണങ്ങൾ തൂകിയിടിനാൻ. വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോട്, വില്ലാളികളിൽ ഏറ്റവും സാമർഥ്യമുള്ള ആ മകരാക്ഷൻ തന്നോട്, അതാണ് വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോട് നില്ലെന്നണഞ്ഞ് നീ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് ബാണങ്ങൾ തൂകിയിടിനാൻ ശ്രീരാമചന്ദ്രൻ. ഒന്നിനൊന്നൊപ്പമെയ്താൻ മകരാക്ഷനും, ഭിന്നമായി ശരീരം കമലാക്ഷനും. ശ്രീരാമചന്ദ്രന്റെ ശരീരവും കുറച്ച് മുറിഞ്ഞു. അന്യോന്യമൊപ്പം പൊരുതു നിൽക്കും നേരം ഒന്നു തളർന്നു ചമഞ്ഞു ഖരാത്മജൻ. ഖരാത്മജനും ഒന്ന് തളരാൻ തുടങ്ങി. അപ്പോൾ കൊടിയും കുടയും കുതിരയും തത്പാണി തന്നിൽ ഇരുന്നൊരു ചാപവും തേരും പൊടിപെടുത്താൻ എയ്തു രാഘവൻ. കുറച്ചുനേരം ആ ഖരാത്മജനായിട്ടുള്ള മകരാക്ഷൻ ഒന്ന് ക്ഷീണിച്ചപ്പോൾ ശ്രീരാമചന്ദ്രൻ അവന്റെ കൊടിയും കുടയും കുതിരയും തേരും എല്ലാം പൊടിപെടുത്താൻ ആകെ മുറിച്ചു കളഞ്ഞു, എല്ലാം നശിപ്പിച്ചു. എന്നിട്ട് സാരഥി തന്നെയും കൊന്നാൻ അതു നേരം. പാരിലമ്മാറ് ചാടി ശൂലവും കൊണ്ട് പാരമടുത്ത മകരാക്ഷനെ. അങ്ങനെ തേര് പോയപ്പോൾ ഭൂമിയിലേക്ക് ഇറങ്ങി. എന്നിട്ട് തന്റെ ശൂലവും കൊണ്ട് എറിയാൻ തുടങ്ങിയപ്പോൾ പാവകാസ്ത്രം കൊണ്ട് കണ്ഠവും ഛേദിച്ചു. ഭഗവാൻ ആഗ്നേയാസ്ത്രം കൊണ്ട് അവന്റെ കണ്ഠം ഛേദിച്ചു. ദേവകൾക്കാപത്തും ഒട്ടു തീർത്തിയിടിനാൻ. അങ്ങനെ ദേവന്മാർക്ക് സന്തോഷത്തെ കൊടുത്തു. രാവണിതാൻ അതറിഞ്ഞു കോപിച്ചു വന്നേവരെയും പൊരുതാശു പുറത്താക്കി. രാവണനോടറിയിച്ചാൻ അതു കേട്ട് ദേവകുലാന്തകനാകിയ രാവണൻ ഈരേഴു ലോകം നടുങ്ങുംപടി പരിചാരകന്മാരോടുകൂടി പുറപ്പെട്ടാൻ. അപ്പൊ രാവണ ഇന്ദ്രജിത്ത് ഇതറിഞ്ഞിട്ട് ഓടി ലങ്കയിൽ പോയി അവിടെ രാവണന്റെ അടുത്തുള്ളവരോടൊക്കെ പുറത്തു പോകാൻ പറഞ്ഞു. എന്നിട്ട് കാര്യം അറിയിച്ചു. രാവണനാകട്ടെ ഈരേഴു ലോകവും നടുങ്ങുംപടി പരിചാരകന്മാരോട് അങ്ങനെ അത്രയും തീവ്രമായിട്ട് അലറിക്കൊണ്ട് തന്റെ പരിചാരകന്മാരോടുകൂടെ യുദ്ധത്തിന് പുറപ്പെട്ടു. അപ്പോൾ അതു കണ്ടു മേഘനിനാഥനും തത്പാദയുഗ്മം പണിഞ്ഞു ചൊല്ലിയിടിനാൻ. എന്നാൽ ഇന്ദ്രജിത്ത് അച്ഛന്റെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, ഇപ്പോൾ അടിയൻ അരികളെ നിഗ്രഹിച്ച് ഞാൻ പോയി ശത്രുക്കളെ നിഗ്രഹിച്ച് അങ്ങയുടെ ഉൾപ്പൂവിലുണ്ടായ അങ്ങേക്കിപ്പോൾ ഉണ്ടായ സങ്കടം പോക്കുവൻ. അന്തഃപുരം പുക്കിരുന്നരുളിയിടുക, സന്താപമുണ്ടാകരുതിതു കാരണം. അങ്ങ് കൊട്ടാരത്തിലിരിക്കൂ, എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. ഇത്തം പറഞ്ഞ് പിതാവിനെ വന്ദിച്ച് വൃത്രാരിജിത്തും പുറപ്പെട്ടു പോരിനായി. യുദ്ധ ഉദ്യമം കണ്ട് സൗമിത്രി ചെന്ന് കാകുസ്ഥനോടിത്തം ഉണർത്തിച്ചരുളിനാൻ. ഇന്ദ്രജിത്ത് വരുന്നത് കണ്ടിട്ട് സൗമിത്രി ലക്ഷ്മണൻ ശ്രീരാമചന്ദ്രനോട് പോയി പറഞ്ഞു, നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ കപിവരന്മാരെയും നമ്മെയും അസ്ത്രങ്ങൾ എയ്തുടൻ അന്തം വരുത്തുന്നത് എത്ര നാളേക്ക് പൊറുക്കണമിങ്ങനെ? ഈ ഇന്ദ്രജിത്ത് മറഞ്ഞു നിന്നിട്ട് നമുക്ക് നേരെ യുദ്ധം ചെയ്യുന്നത് ഒളിയം പെയ്യുകയാണ്. ഇത് എത്ര നാളിങ്ങനെ ക്ഷമിക്കണം?
അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബ്രഹ്മാസ്ത്രമെയ്ത് നിശാചരന്മാർ കുലം ഉന്മൂലനാശം വരുത്തുക സത്വരം. ഇനി ഒട്ടും വൈകിക്കേണ്ട, ബ്രഹ്മാസ്ത്രം തന്നെ എയ്ത് അവരുടെയൊക്കെ കഥ കഴിക്കണം. സൗമിത്രി ചൊന്ന വാക്ക് ഇങ്ങനെ കേട്ടഥ രാമഭദ്രസ്വാമി താനും അരുൾ ചെയ്തു. ആയോധനത്തിങ്കൽ ഓടുന്നവരോടും ആയുധം പോയവരോടും വിശേഷിച്ച് നേരെ വരാതവരോടും ഭയം പൂണ്ട് പാദാന്തികെ വന്ന് വീഴുന്നവരോടും പൈതാമഹാസ്ത്രം ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കരുതെടോ. ഇപ്പോ ലക്ഷ്മണൻ പറഞ്ഞത് ഇങ്ങനെ ഒളിയം പെയ്ത് നമ്മയൊക്കെ വധിക്കുന്നു, നമ്മുടെ ജീവഹാനി തന്നെ വരുത്തുന്ന അവനെ ഇനി വെച്ചേക്കണോ, അവനെതിരെ നമുക്ക് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞത് ആയോധനത്തിങ്കൽ ഓടുന്നവരോട്, പേടിച്ചോടുന്നവരോട്, അതുപോലെ ആയുധം പോയവരോട്, വിശേഷിച്ച് ഇനി നേരെ വരാതെ, എന്തിന്റെ പേരിലായാലും നേരെ വരാതെ യുദ്ധം ചെയ്യുന്നവരോട്, പിന്നെ ഭയം പൂണ്ട് പാദാന്തികെ വന്ന് ശരണാഗതി അടയുക, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് വരുന്നവരോടും ഈ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇന്ദ്രജിത്ത് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷെ നമ്മൾ ധർമ്മം വിട്ട് കളിക്കരുത്. പാതകമുണ്ടാം അതല്ലായികിലേവനും, അല്ലെങ്കിൽ മഹാപാപമായിത്തീരും. ഞാൻ ഇവനോട് പോർ ചെയ്വൻ എല്ലാവരും ദീനത എന്നിയെ കണ്ടു നിന്നിടുവിൻ. നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ഞാൻ നേരിട്ട് ഇവനോട് പോർ ചെയ്യുന്നതാണ് എന്നരുൾ ചെയ്ത് വില്ലും കുലച്ചന്തികെ സന്നദ്ധനായത് കണ്ടൊരു രാവണി തൽക്ഷണേ ചിന്തിച്ച് കൽപ്പിച്ചു ലങ്കയിൽ പുക്കു മായാസീതയെ തേരിൽ വച്ചുടൻ. എന്നാൽ രാവണന്റെ മകനായിട്ടുള്ള ഇന്ദ്രജിത്ത് ആ സമയത്ത് മറ്റൊരു മായാപ്രയോഗത്തിനാണ് തുനിയുന്നത്. അങ്ങനെ ലങ്കയിൽ പോയിട്ട് മായാസീതയെ പെട്ടെന്ന് അവരുടെ കണ്ണിൽ സീതാദേവി ഈ ഇന്ദ്രജിത്തിന്റെ കൂടെ തേരിലുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ അവിടെ വെച്ചിട്ട് പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടു. അപ്പൊ മുന്നിലുള്ള വാനരന്മാരാണ് ഇത് കാണുന്നത്. അവരൊക്കെ നിശ്ചലനായി നിന്ന നേരം കവികളും തേരിൽ മായാസീതയെ കണ്ട് ദുഃഖിച്ചു. മാരുതി താനും പരവശനായതു. വാനരവീരരെല്ലാവരും കാണവേ ജാനകീദേവിയെ വെട്ടിനാൻ നിർദ്ദയം. അപ്പൊ ഇന്ദ്രജിത്ത് സീതാദേവിയെ തന്റെ തേരിൽ വെച്ചു എന്ന് മാത്രമല്ല, ഇവരൊക്കെ കാണുകെ ദേവിയുടെ കഴുത്തറുക്കുന്നതായിട്ടൊക്കെ അവർക്ക് മുന്നിൽ ഒരു ഇന്ദ്രജാലം കാണിക്കുകയാണ്. ഇത് കണ്ടിട്ട് അയ്യോ വിഭോ രാമരാമ ഇതി വാവിട്ട് മയ്യൽ മിഴിയാൾ മുറവിളിച്ചിടിനാൾ. അങ്ങനെ സീതാദേവി കരയുന്നതായിട്ടും എല്ലാം ഇവർക്ക് തോന്നുകയാണ്. ചോരയും പാരിൽ പരന്നിതതു കണ്ട് മാരുതി ജാനകി എന്ന് തേറിയിടിനാൻ. ജാനകി തന്നെയാണ് എന്ന് വിശ്വസിച്ചു പോവുകയാണ്. അങ്ങനെ മാരുതി പറയുകയാണ്, ശോഭയില്ലേതും നമുക്കിനി യുദ്ധത്തിന്. ഇനി എന്തിനാണ് നമുക്ക് ഈ യുദ്ധം? ആപത്തിതിൽ പരം എന്തുള്ളത് ഈശ്വര, ഇനി എന്ത് വരാനാണ്? നാം ഇനി വാങ്ങുക, നമുക്കിനി യുദ്ധം മതിയാക്കാം. സീതാവധം, സീതയെ വധിച്ചു എന്ന കാര്യം മമ സ്വാമി തന്നോട് ഉണർത്തിപ്പാൻ കവികളെ. വരൂ, നമുക്കെല്ലാവർക്കും ശ്രീരാമസ്വാമിയോട് കാര്യം പറയാം. ശാഖാമൃഗാധിപന്മാരെയും വാങ്ങിച്ച് ശോകാതുരനായ മാരുതനന്ദനൻ, വാങ്ങിച്ചു എന്നാൽ പിൻവാങ്ങിപ്പിച്ചിട്ട് അവരെ മടക്കി കൊണ്ടുവന്നിട്ട് ഹനുമാൻ ചെല്ലുന്നത് കണ്ട് രാഘവനും തഥാ ചൊല്ലിനാൻ ജാംബവാൻ തന്നോട്. ഹനുമാൻ തിരിച്ചു വരികയാണ്. സാധാരണഗതിയിൽ ഹനുമാനാണ് ഏറ്റവും മുന്നിൽ പോകുന്നത്. ആ ഹനുമാനാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ ജാംബവാനോട് പരിഭ്രമിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രൻ ചോദിക്കുകയാണ്, മാരുതി എന്തുകൊണ്ട് ഇങ്ങോട്ട് പോന്നിതു? പോരിൽ പുറംതിരിഞ്ഞിടുമാറില്ലവൻ. അവൻ അങ്ങനെ പുറംതിരിഞ്ഞ് ഓടുന്നവനല്ലല്ലോ, ഇതെന്തു പറ്റി? നീ കൂടെ അങ്ങ് ചെന്നിടുക സത്വരം. നീ ഒന്ന് പോയി നോക്കൂ. ലോകേശനന്ദന, ബ്രഹ്മാവിന്റെ മകനായ ജാംബവാനെ പാർക്കരുതേതുമേ. ഇത് ഇങ്ങനെ ശരിയാവില്ല, അതുകൊണ്ട് വേഗം പോയി നോക്കൂ. ഇത്തമാകർണ്യ വിധിസുതനും ജാംബവാനും കപിസപ്തമന്മാരുമായി ചെന്നു ലഘുതരം. പെട്ടെന്ന് തന്നെ പോയി അന്വേഷിച്ചു. എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പോന്നിതു ഭവാൻ? എന്താണ് പിന്തിരിഞ്ഞു പോന്നത്? ബന്ധം എന്ത്? ഇത് എന്താണ്? ഇതുമായിട്ട് എന്താണ് ബന്ധം? എന്തിനാണ് അങ്ങനെ വന്നത്? അങ്ങോട്ട് തന്നെ നടക്കുന്ന, നീ മുന്നോട്ട് പോകൂ എന്ന നേരം മാരുതാത്മജൻ ചൊല്ലിനാൻ. ഹനുമാൻ പറഞ്ഞു, ഞാൻ
ഇന്ന് പേടിച്ച് വാങ്ങിയിടുകയല്ല, ഞാൻ പേടിച്ചു വന്നതല്ല. ഉണ്ടൊരവസ്ഥയുണ്ടായിട്ടതിപ്പോഴേ ചെന്ന് ജഗത് സ്വാമിയോട് ഉണർത്തിക്കണം. ഒരു ദുരന്തം നടന്നിട്ടുണ്ട്, അത് ശ്രീരാമചന്ദ്രനോട് അറിയിക്കണം. പോരിക നീയും ഇങ്ങോട്ട്, നിങ്ങളും ഇങ്ങോട്ട് വരൂ എന്ന് ഉടൻ മാരുതി ചൊന്നത് കേട്ടവൻ താനുമായി ചെന്ന് തൊഴുതുണർത്തിച്ചിതു. ശ്രീരാമചന്ദ്രനോട് നേരെ പോയി പറയുകയാണ്, മൈഥിലി തന്നെ നാശവൃത്താന്തമെപ്പോരുമേ. മൈഥിലീ ദേവിയെ ആ ഇന്ദ്രജിത്ത് വധിച്ചു എന്ന വിശേഷം നേരെ പോയി പറയുകയാണ്. ഭഗവാനാകട്ടെ എല്ലാം ലീലയാണ്. അപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണ് ഭാര്യ മരിച്ചു എന്ന് കേട്ടാൽ? അതുപോലെ തന്നെ ഭൂമിയിൽ വീണു മോഹിച്ചു രഘൂത്തമൻ, ഉടനെ തന്നെ മോഹാലസ്യപ്പെട്ട് വീണു. സൗമിത്രിതാനും അന്നേരം തിരുമുടി ചെന്ന് മടിയിലെടുത്ത് ചേർത്തിയിടിനാൻ. ലക്ഷ്മണൻ ഭഗവാനെ തന്റെ മടിയിൽ കിടത്തി അങ്ങനെ വിഷമിക്കരുത് എന്നൊക്കെ പറയുകയാണ്. മന്നവൻ തൻ പദം അഞ്ജനാപുത്രനും, ശ്രീരാമചന്ദ്രന്റെ കാൽ ഹനുമാനും ഉത്സംഗസീംനി ചേർത്താൻ അത് കണ്ട് നിസ്സപ്ഞരായൊക്കെ നിന്നു കവികളും. ബാക്കി എല്ലാ വാനരന്മാരും ഇനി ഒന്നും ചെയ്യാനില്ല എന്ന പോലെ അങ്ങനെ ഒരു പ്രതിമ കണക്കെ ആ വാനരന്മാരൊക്കെ അങ്ങനെ നിൽക്കുകയാണ്. ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകൾ, ശ്രീരാമചന്ദ്രന്റെ ദുഃഖം ഇല്ലാതാക്കാനായിട്ടുള്ള ഓരോ വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി കുമാരനും. ലക്ഷ്മണൻ ആശ്വസിപ്പിക്കുകയാണ്. എന്തൊരു ഘോഷമുണ്ടായതെന്ന് ആത്മനി ചിന്തിച്ചവിടേക്ക് വന്നു വിഭീഷണൻ. അപ്പൊ വിഭീഷണൻ ഒന്നും മനസ്സിലാകുന്നില്ല. എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുന്നു, യുദ്ധത്തിനാരും മുതിരാതെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നു. അങ്ങനെ വിഭീഷണൻ വന്ന് ചോദിക്കുകയാണ്, ഇതെന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് ചോദിച്ച നേരം കുമാരൻ പറഞ്ഞിതു. ലക്ഷ്മണൻ പറഞ്ഞു, മാതരിശ്വാത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ. മാതരിശ്വാവ് വായുവിന്റെ പുത്രനായ ഹനുമാൻ പറഞ്ഞതുപോലെ സീതാദേവിയെ കൊന്നുകളഞ്ഞു എന്നൊക്കെ പറഞ്ഞു. കൈയിണ കൊട്ടി ചിരിച്ചു വിഭീഷണൻ. വിഭീഷണന് ചിരി സഹിക്കാൻ പറ്റുന്നില്ല. അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ, അവർ കുരങ്ങന്മാർ, അവർക്ക് എന്തറിയാം ഭഗവാനെ. ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കൽ ആരുമുണ്ടായി വരാ. ഭഗവാനെ അങ്ങിത് വിശ്വസിച്ചുവോ? ഈ ലോകത്രയത്തിൽ ആർക്ക് സാധിക്കും സീതാദേവിയെ കൊല ചെയ്യാൻ? മായാനിപുണനാം മേഘനിനാഥൻ, അവൻ മായ പ്രയോഗിക്കുന്നതിൽ അത്യന്തം സാമർഥ്യമുള്ളവനാണ്. അവൻ ഈ കാര്യം അനുഷ്ഠിച്ചത് എന്തിനെന്നാശുകേൾ. അവൻ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വേല ചെയ്തത്? ഞാൻ പറയാം. മർക്കടന്മാർ ചെന്ന് ഉപദ്രവിച്ചിടാതെ അവന് തക്കത്തിലാശു നികുംഭിലയിൽ ചെന്ന് പൊക്കുടൻ തന്നുടെ ഹോമം കഴിപ്പതിനായിക്കൊണ്ട് കണ്ട ഒരു ഉപായം അത്യദ്ഭുതം. അപ്പൊ വാനരന്മാരാണ് മുന്നിലുള്ളത്, ഇവരുടെ കണ്ണു വെട്ടിക്കണം. അപ്പൊ ഇവരെ കുറച്ചു നേരത്തേക്ക് നിശ്ചലരായി നിർത്തണം, അതായത് അങ്ങോട്ടേക്ക് പോവാതിരിക്കണം. അതിനുവേണ്ടി ഈ ഇന്ദ്രജിത്ത് നടത്തിയ ഒരു വേലയാണിത്, ഒരു മായാപ്രയോഗമാണിത് ഭഗവാനെ. അതുകൊണ്ട് ചെന്നിനി ഹോമം മുടക്കേണം, എത്രയും പെട്ടെന്ന് ചെന്ന് അവന്റെ ആ ഹോമം മുടക്കണം. അല്ലായെങ്കിൽ എന്നും അവനെ വധിക്കരുതാർക്കുമേ. ഈ ഹോമം അവൻ പൂർത്തിയാക്കിയാൽ പിന്നെ അവനെ വധിക്കാൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് രാഘവ സ്വാമിൻ ജയ ജയ, മാനസ വ്യാകുലം തീർന്നെഴുന്നേൽക്കതയാനിധേ. ലക്ഷ്മണനും അടിയനും, വിഭീഷണനാണ് പറയുന്നത്, ലക്ഷ്മണനും ഞാനും കപികുല മുഖ്യ പ്രവരരുമായിട്ട് പോകണം. ഓർത്തു കാലം കളഞ്ഞിടരുതേതുമേ, യാത്രയയക്കേണം. ഇനി ഒന്നും ചിന്തിക്കാനില്ല, ഞങ്ങളെ പോകാൻ അനുവദിക്കൂ എന്ന് വിഭീഷണൻ ചൊന്നത് കേട്ടളവ് ആലസ്യവും തീർന്നു. മന്നവൻ പോവാൻ അനുജ്ഞ നൽകിയിടിനാൻ. വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്ത് നടന്ന സംഭവങ്ങളൊക്കെ ഇപ്പോഴാണ് ഭഗവാന് മനസ്സിലായി എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുന്നത്. അങ്ങനെ ധരിച്ച നേരത്ത് കൃതാർത്ഥനായി ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസപുങ്കവ സോദരൻ തന്നെയും വിഭീഷണനെയും വാനരന്മാരെയും ചെന്ന് ദശഗ്രീവ നന്ദരൻ തന്നെയും കൊന്നുവരിക എന്ന് അനുഗ്രഹം നൽകിനാൻ. ലക്ഷ്മണനോട് മഹാകപിസേനയും രക്ഷോവരനും നടന്നാരതുനേരം. മൈന്ദൻ, വിവിധൻ, സുഷേണൻ, നളൻ, നീലൻ, ഇന്ദ്രാത്മജാത്മജൻ
അംഗദൻ, കേസരി, താരനും, ശൂരൻ, വൃഷഭൻ, ശരഭൻ, വിനതനും, വീരൻ, പ്രമാധി, ശതബലി, ജാംബവാൻ, വാതാത്മജൻ, വേഗദർശി, വിശാലനും, ജ്യോതിർമുഖൻ, സുമുഖൻ, ബലിപുങ്കവൻ, ശ്വേതൻ, ദധിമുഖൻ, അഗ്നിമുഖൻ, ഗജൻ, മേതുരൻ, ധൂമ്രൻ, ഗവയൻ, ഗവാക്ഷനും ഇങ്ങനെയുള്ള വാനര പ്രമുഖന്മാരും മറ്റും ഇത്യാദി ചൊല്ലുള്ള കവികളും പ്രശസ്തരായിട്ടുള്ള ആ കൂട്ടത്തിൽ ഏറ്റവും വീരശൂരപരാക്രമികളായ കവികളും മുറ്റും നടന്നിതു ലക്ഷ്മണൻ തന്നോടും ആവേശത്തോടെ അങ്ങനെ നടക്കുകയാണ്. മുമ്പിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്ന് നികുംഭിലപുക്കു നിറഞ്ഞിതു. നക്തഞ്ചരവരന്മാരെ ചുഴലവേ നിർത്തി. ഇന്ദ്രജിത്ത് നക്തഞ്ചരന്മാരെ തനിക്ക് ചുറ്റും കാവല് നിർത്തിയിട്ടാണ് ഹോമം തുടങ്ങിയത്. അപ്പോൾ ഈ വാനരന്മാർ കല്ലും മലയും മരവും എടുത്തുകൊണ്ട് എല്ലാവരുമായി അടുത്തു കവികളും. പിന്നെ ഏറു തുടങ്ങി. ഏറ്റുമേറും കൊണ്ട് വീണു തുടങ്ങിനാർ അറ്റമില്ലാതോരോ രാക്ഷസവീരരും. ആദ്യം ഈ കാവൽ നിൽക്കുന്ന രാക്ഷസരെ കൊല്ലാൻ തുടങ്ങി. ഇങ്ങനെ ഒരു ബഹളം പുറത്ത് നടക്കുമ്പോൾ ഹോമം നടക്കില്ല എന്ന് ഇന്ദ്രജിത്തിന് മനസ്സിലായി. അതാണ് മുറ്റുകയില്ല ഹോമം, എനിക്ക് ഈ ഹോമം മുഴുമിപ്പിക്കാൻ പറ്റുകയില്ല. നമുക്കിങ്ങിനി പറ്റലരെ, ഇപ്പോഴുള്ള ശത്രുക്കളെ ചെറ്റകറ്റി ഇവിടെ നിന്ന് മാറ്റി ഒഴിഞ്ഞെന്ന്, അങ്ങനെ ഒഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഈ ഹോമം പൂർത്തിയാക്കാൻ പറ്റുകയുള്ളൂ എന്ന് കൽപ്പിച്ച് രാവണി ഇന്ദ്രജിത്ത് വില്ലും ശരങ്ങളും കെൽപ്പോടെടുത്ത് പോരിനടുത്തിയിടിനാൻ. മുമ്പിൽ വേഗം പൂണ്ടടുക്കുന്ന മാരുത സംഭവൻ തന്നെ തടുത്ത് നിർത്തിയിടിനാൻ. വന്നു നികുംഭിലയിൽ തറമേലേറി നിന്നു ദശാനനപുത്രനും അന്നേരം. അവിടെ ആ യാഗശാലയിലുള്ള തറയുടെ മുകളിൽ വന്നു നിന്നു. കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോട് കുണ്ഠത തീർത്തു പറഞ്ഞു തുടങ്ങിനാൻ. വിഭീഷണൻ ലക്ഷ്മണനോട് പറഞ്ഞു, വീരാ, കഴിഞ്ഞീല ഹോമം ഇവനെങ്കിൽ നേരെ വെളിച്ചത്ത് കണ്ടുകൂടാ ദൃഢം. ഹോമം കഴിയുന്നതുവരെ വെളിച്ചത്ത് വരാൻ പാടില്ല എന്നാണ് നിയമം. മാരുതനന്ദനൻ തന്നോട് കോപിച്ച് നേരിട്ട് വന്നത് കണ്ടതില്ലേ ഭവാൻ? എന്നാൽ ആ നിയമം ഇവൻ തെറ്റിച്ചിരിക്കുന്നു. ദാ ഹനുമാനോട് കോപിച്ച് അവൻ വെളിച്ചത്ത് വന്നിരിക്കുന്നു. അതിനർത്ഥം മൃത്യുസമയം അടുത്തിതിവൻ ഇന്നിനി യുദ്ധം തുടങ്ങുക, വൈകരുതേതുമേ. ഇനി വെച്ച് താമസിപ്പിക്കരുത്, ഉടനെ തന്നെ വേണ്ടത് ചെയ്യുക. യുദ്ധം വിഭീഷണൻ ചൊന്ന നേരത്ത് സൗമിത്രിയും അസ്ത്രശസ്ത്രങ്ങൾ തൂകിയിടിനാൻ. പ്രത്യസ്ത്ര ശസ്ത്രങ്ങൾ കൊണ്ട് തിരിച്ച് ഇന്ദ്രജിത്തും തടുത്തു. ഇന്ദ്രജിത്തും അത്യർത്ഥ ശസ്ത്രങ്ങൾ എഴുതിയിടിനാൻ. നേരെ അതിന് കണക്കായിട്ടുള്ള അസ്ത്രങ്ങൾ രണ്ടുപേരും വലിയൊരു യുദ്ധം തന്നെ നടക്കുകയാണ്. അപ്പോൾ കഴുത്തിലെടുത്തു മരുത്സുതൻ ഉൽപ്പന്നമോദം കുമാരനെ. ഹനുമാൻ ലക്ഷ്മണനെ തന്റെ കഴുത്തിലെടുത്തു സാദരം. ലക്ഷ്മണ പാർശ്വേ വിഭീഷണനെ കണ്ടു. ഈ സമയത്താണ് ലക്ഷ്മണന്റെ അടുത്തായിട്ട് വിഭീഷണനെ ശരിക്കും ഇന്ദ്രജിത്ത് കാണുന്നത്. തൽക്ഷണം ചൊന്നാൻ ദശാനനപുത്രനും. ഇന്ദ്രജിത്ത് പറയുകയാണ്, രാക്ഷസജാതിയിൽ വന്ന് പിറന്ന നീ സാക്ഷാൽ പിതൃവ്യനല്ലോ, എന്റെ ഇളയച്ഛനല്ലേ മമ, എന്റെ ഇളയച്ഛനാണ് നീ. എന്നിട്ടും പുത്രമിത്രാദി വർഗത്തെ ഒടുക്കുവാൻ, നീ നിന്റെ കുലത്തെ തന്നെ ഒടുക്കുവാൻ ശത്രുജനത്തിന് ഭൃത്യനായി ഇങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോർത്തിയിടിനാൽ എത്രയും നന്നതേ ചൊല്ലാവൂ. നന്നായി, അതായത് നെഗറ്റീവായിട്ടുള്ള അർത്ഥത്തിൽ പറയുകയാണ്. നീ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്ക് പാർത്ത് കണ്ടോളം ഗതിയില്ല നിർണയം. അപ്പൊ ഒരു ശാപം പോലെ പറയുകയാണ്, സ്വന്തം ഗോത്രത്തിന് നാശം സംഭവിക്കാൻ കൂടെ നിൽക്കുന്നവന് ഒരു ഗതിയും കിട്ടുകയില്ല, നോക്കിക്കോ എന്ന് ഒരു ശാപം പോലെ പറയുകയാണ്. ഊർധ്വലോക പ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുദ്ധമതം. സ്വർഗലോകം തുടങ്ങിയ ഊർധ്വലോകങ്ങളിൽ പോകാൻ സന്തതികളാണ് സഹായിക്കേണ്ടത്. അല്ലെങ്കിൽ സന്തതികൾ ഇവർക്ക് വേണ്ടി, പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചാണ് മരിച്ചുപോയ പിതൃക്കൾ ഊർധ്വലോകങ്ങളിൽ എത്തുന്നത്. എന്നാൽ നീ ഇപ്പോൾ കുലനാശകനായിട്ടിരിക്കുകയാണ്. ശാസ്ത്രജ്ഞനാം നീ കുലത്തെ ഒടുക്കുവാൻ ആസ്ഥയ, എന്തൊരു താല്പര്യമാണ് നിനക്ക്, അങ്ങനെ വേല ചെയ്യുന്നതും അത്ഭുതം തന്നെ എന്നത് കേട്ട് വിഭീഷണൻ ചൊല്ലിനാൻ, നന്ന് നീയും നിൻ പിതാവും അറിയുക നീ. ശരിയാണ്, ആരാണ് വംശത്തെ ഒടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം.
നീയാണോ, നിന്റെ പിതാവാണോ, അതോ ഞാനാണോ? വംശം മുടിക്കുന്നതിന് നീ ഏതുമേ നിങ്ങളാണ്, സംശയമില്ല വിചാരിക്ക മാനസേ. ഒന്ന് ആലോചിച്ചു നോക്കൂ. വംശത്തെ രക്ഷിച്ചുകൊള്ളുവൻ ഇന്ന് ഞാൻ. യഥാർത്ഥത്തിൽ ഈ രാക്ഷസ വംശം ഇനി എന്നിലൂടെയാണ് നിൽക്കാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ ഈ വംശത്തെ രക്ഷിക്കുന്നവനാണ്. അത് എങ്ങനെ? അംശുമാലി കുലനായക അനുഗ്രഹാൽ, സൂര്യകുല നായകനായ ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹാൽ ഞാൻ ഈ കുലത്തെ രക്ഷിക്കാൻ പോവുകയാണ്. ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കും നേരം മങ്ങാതെ ബാണങ്ങൾ തൂകി കുമാരനും. ഇതിനിടയിൽ ലക്ഷ്മണൻ ബാണങ്ങൾ എയ്തു. എല്ലാം അതെയ്ത് മുറിച്ചു കളഞ്ഞഥ ചൊല്ലിനാൻ ആശു സൗമിത്രി തന്നോടവൻ. 2 ദിനം മമ ബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാരാ വിശേഷിച്ചും. ഇപ്പോൾ ഞാൻ കുറച്ചൊന്ന് പതറിയപ്പോൾ നീ വലിയ കേമത്തം കാണിക്കുന്നു. 2 ദിവസം എന്റെ പരാക്രമം നിങ്ങൾ കണ്ടതല്ലേ? കണ്ടുകൊള്ളുകല്ലായെങ്കിൽ ഇന്ന് ഞാൻ നിന്നുടൽ കൊണ്ട് ജന്തുക്കൾക്ക് ഭക്ഷണമേകുവൻ. ഇതാ ഇന്ന് തന്നെ നിന്റെ ഉടൽ ഞാൻ ജന്തുക്കൾക്ക് തിന്നാൻ കൊടുക്കും. യുദ്ധം പറഞ്ഞ് 7 ബാണങ്ങൾ കൊണ്ട് സൗമിത്രിയുടെ ഉടൽ കീറിനാൻ ഏറ്റവും. 10 ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു. സത്വരം പിന്നെ വിഭീഷണൻ തന്നെയും 100 ശരമെയ്തു വാനര വീരരും ഏറെ മുറിഞ്ഞു വശം കെട്ടുവാങ്ങിനാർ. ഒറ്റയടിക്ക് എല്ലാവരെയും മുറിവേൽപ്പിക്കുകയാണ്. തൽക്ഷണേ ബാണം മഴ പൊഴിയും വണ്ണം ലക്ഷ്മണൻ തൂകിനാൻ ശക്രാരിമേനിമേൽ. ലക്ഷ്മണനും വിട്ടുകൊടുത്തില്ല. തിരിച്ചും ഒരുപാട് ബാണങ്ങൾ അങ്ങോട്ടും എയ്തു. വൃത്രാരിജിത്തും ശരസഹസ്രേണ 1000 ശരങ്ങളാൽ സൗമിത്രി കവചം നുറുക്കിയിട്ടിടിനാൻ. സൗമിത്രി അണിഞ്ഞ പോർച്ചട്ട, പടച്ചട്ട അത് നുറുക്കിക്കളഞ്ഞു. രക്താഭിഷിക്ത ശരീരികളായതു നക്തഞ്ചരനും സുമിത്രാതനയും. 2 പേരുടെയും ശരീരത്തിൽ നിന്ന് ചോര ഒഴുകാൻ തുടങ്ങി. പാരം അടുത്ത് 5 ബാണം പ്രയോഗിച്ചു. തേരും പൊടിച്ചു, കുതിരകളെ കൊന്നു. സാരഥി തന്റെ തലയും മുറിച്ചതി സാരമായൊരു വില്ലും മുറിച്ചിടിനാൻ. അങ്ങനെ സുമിത്രാതനയൻ ലക്ഷ്മണൻ ഇന്ദ്രജിത്തിന്റെ തേര് പൊടിച്ചു, കുതിരകളെ കൊന്നു, സാരഥിയുടെ തലയും മുറിച്ചു, അവന്റെ വില്ലും മുറിച്ചിടിനാൻ. എന്നിട്ട് മറ്റൊരു ചാപമെടുത്ത് കുലച്ചവൻ അറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനാൻ. പിന്നെ 3 അമ്പെയ്തതും മുറിച്ചിടിനാൻ മന്നവൻ. തിരിച്ച് ലക്ഷ്മണന്റെ നേർക്ക് എറിഞ്ഞ ആ 3 അമ്പും മുറിച്ചിടിനാൻ. പങ്ക്തികണ്ഠാത്മജൻ അന്നേരം ഊറ്റമായൊരു വില്ലും കുഴിയെ കുലച്ചേറ്റമടുത്തു ബാണങ്ങൾ തൂകിയിടിനാൻ. സത്വരം ലങ്കയിൽ പുക്കു തേരും പൂട്ടി വിദ്രുതം വന്നിതു രാവണപുത്രനും. ഇവിടെ ലങ്കയിലേക്ക് പെട്ടെന്ന് പോയി തിരിച്ചു വരികയാണ്. ഇതൊന്നും ആരും അറിയുന്നില്ല. ആരും അറിഞ്ഞില്ല പോയതും വന്നതും. നാരദൻ താനും പ്രശംസിച്ചിതന്നേരം. നാരദനും അങ്ങനെ ആവേശം കൊള്ളുകയാണ്. കാരണം ഇങ്ങനെ ഒരു യുദ്ധം ഇതിനു മുൻപ് കണ്ടിട്ടില്ല. അതാണ് നാരദൻ പറയുന്നത്. ഘോരമായുണ്ടായ സങ്കരം കണ്ടൊരു സാരസ സംഭവനാദികൾ ചൊല്ലിനാൻ. ബ്രഹ്മാവൊക്കെ ഇപ്പോൾ അവിടെ നിന്ന് പറയുകയാണ്, പണ്ട് ലോകത്തിങ്കൽ ഇങ്ങനെയുള്ള പോരുണ്ടായതില്ല, ഇനി ഉണ്ടാകയുമില്ല. കണ്ടാലും ഈ ദൃശ്യം വീരപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ. 2 പേരും ഒന്നിനൊന്നും മെച്ചമാണ്. ലക്ഷ്മണനും അതെ, ഇന്ദ്രജിത്തും അതെ. യുദ്ധം പലരും പ്രശംസിച്ചു. നിൽപ്പതിൻ മധ്യേ ദിവസത്രയം കഴിഞ്ഞു. 3 ദിവസം കഴിഞ്ഞു. ഭൃശം വാസരം 3 കഴിഞ്ഞോരനന്തരം വാസവദൈവതമസ്ത്രം കുമാരനും. വാസവദൈവതം ഇന്ദ്രാസ്ത്രമെയ്ത് കുമാരനും ലക്ഷ്മണനും ലാഘവം ചേർന്ന് കരേണ സന്ധിപ്പിച്ചു. തന്റെ കയ്യിൽ അത് സന്ധിപ്പിച്ചിട്ട് രാഘവൻ കയ്യിൽ എടുത്തു വെച്ചിട്ട് രാഘവൻ തൻ പദാംഭോരുഹം, ഭഗവാന്റെ ആ പാതാരവിന്ദങ്ങൾ മാനസേ ചിന്തിച്ചുറപ്പിച്ചയച്ചാൻ. അത് ചെന്ന് പങ്ക്തികണ്ഠാത്മജൻ കണ്ഠവും ഛേദിച്ച് ഉടനെ ഇന്ദ്രജിത്തിന്റെ തല ഛേദിച്ച് സിന്ധുജലത്തിൽ മുഴുകി. ആ വാരിധിയിൽ ചെന്ന് മുഴുകി അതിലെ രക്തക്കറയൊക്കെ കഴുകി വിശുദ്ധമായി അന്തരാ തൂണിയിൽ വന്ന് തിരിച്ച് ലക്ഷ്മണന്റെ ആവനാഴിയിൽ വന്നു പുക്കു ശരം. എല്ലാം നിമിഷ നേരം കൊണ്ടാണ് സംഭവിച്ചത്. ഭൂമിയിൽ വീണിതു രാവണി തന്നുടൽ, ആമയം തീർന്നിതു ലോകത്രയത്തിനും. ഇതിൽ ഏറ്റവും വീരശൂരപരാക്രമിയായിരുന്നു ഇന്ദ്രജിത്ത്. ആ ഇന്ദ്രജിത്ത് മരിച്ചു വീണപ്പോൾ എല്ലാവർക്കും കൂടുതൽ സന്തോഷമായി. സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാർ.
പുഷ്പങ്ങളും വർഷിച്ചാരുടനുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാർ. നേത്രങ്ങളായിരവും വിളങ്ങി തഥാ ഗോത്രാരിതാനും പ്രസാദിച്ചിതേറ്റവും. ഗോത്രാരി എന്നാൽ ഇന്ദ്രൻ. ഇന്ദ്രന് 1000 കണ്ണുകൾ ഉണ്ടെന്നാണ്. അപ്പോൾ 1000 കണ്ണുകളും വിളങ്ങി ഇന്ദ്രന്റെ. അങ്ങനെ പ്രസാദിച്ചേറ്റവും താപമകന്ന് പുകഴ്ന്നു തുടങ്ങിനാർ. താപസന്മാരും ഗഗനചരന്മാരും ആകാശത്ത് ചരിക്കുന്ന എല്ലാവരും, കിംപുരുഷന്മാരും കിന്നരാദികളും ഗന്ധർവന്മാരും ദുന്ദുഭിനാദവും ഘോഷിച്ചിതേറ്റം ആനന്ദിച്ചിതാശു വിരിഞ്ചനും. അന്നേരം ബ്രഹ്മാവിനും വലിയ സന്തോഷമായി. ശങ്കാവിഹീനം ചെറുഞാണൊലിയിട്ട് ശംഖും വിളിച്ചുടൻ സിംഹനാദം ചെയ്ത് വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ചരണാംബുജം കൂപ്പിനാൻ. അങ്ങനെ അവർ നികുംഭിലയിൽ നിന്ന് തിരിച്ച് ആ യുദ്ധക്കളത്തിൽ ശ്രീരാമചന്ദ്രന്റെ അടുത്തു വന്നു. ലക്ഷ്മണൻ ഭഗവാന്റെ കാലിൽ വീണ് നമസ്കരിച്ചു. ഗാഠമായ ആലിംഗനം ചെയ്തു രാഘവൻ ഊഢമോദം മുകർനീടിനാൻ മൂർധനെ. ലക്ഷ്മണന്റെ മൂർധാവിൽ ചുംബിച്ചു. ലക്ഷ്മണനോട് ചിരിച്ചരുളി ചെയ്തു, ദുഷ്കരമെത്രയും നീ ചെയ്ത കാര്യം. രാവണി യുദ്ധേ മരിച്ചത് കാരണം രാവണൻ താനും മരിച്ചാനറിക നീ. യഥാർത്ഥത്തിൽ രാവണന്റെ ശരീരമേ ഇനി ഇവിടെയുള്ളൂ. മനസ്സുകൊണ്ട് രാവണനും മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുത്രനായ ഇന്ദ്രജിത്താണ് മരിച്ചിരിക്കുന്നത്. ഇനി നോക്കിക്കോളൂ, ക്രുദ്ധനായി നമ്മോട് യുദ്ധത്തിനായി വരും പുത്രശോകത്താൽ ഇനി ദശഗ്രീവനും. ഒട്ടും വൈകാതെ രാവണൻ നമ്മളോട് യുദ്ധത്തിന് വരും. അതും പുത്രശോകത്താലുള്ള ക്രോധം അതിനാലാണ് വരിക. അപ്പോൾ എല്ലാവരും ഒരുങ്ങി ഇരുന്നു കൊള്ളുക എന്നാണ് ശ്രീരാമദേവൻ ഇവിടെ പറയുന്നത്. ഓം ശ്രീരാമചന്ദ്രായ നമഃ.